സിറിയ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സും എന്തൊക്കെയാണ് അവിടെ നടന്നത് അതിനെപ്പറ്റി ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം 1500ഓളം പേരാണ്, അതായത് അലവീസ്, അവർ കൊല്ലപ്പെട്ടത്. ഷിയ മുസ്ലിം ഗ്രൂപ്പാണ് അത്. അവർ ബേസിക്കലി അവിടെ 75% യുണീക്കായിട്ടുള്ള ക്രിസ്ത്യൻ കൾച്ചറും. അവർ കൊല്ലപ്പെട്ടു. അവിടെ വലിയ പ്രശ്നമായി. സിറിയയുടെ പോപ്പുലേഷൻ്റെ അകത്ത് ഏകദേശം 14% ഉള്ളവരാണ് അലവേറ്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ്. അടുത്ത ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 200ഓളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കുക. അവർ ഏകദേശം ഇന്നത്തെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് 5 ലക്ഷം പേരുണ്ട്. ഏകദേശം 10% മുകളിൽ സിറിയയുടെ പോപ്പുലേഷനിലെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ യഥാർത്ഥ കണക്കുകളൊന്നും പുറത്തു വരുന്നില്ല, കാരണം അസാദിൻ്റെ റെഷീമിൻ്റെ പല കണക്കുകളും പുറത്തു വരുന്നില്ല. അപ്പം അവരെയും കയറി അറ്റാക്ക് ചെയ്ത് അവരുടെ വീടുകൾ കയറി കൊള്ളയടിച്ചു. അവരുടെ വീടുകൾ മാറി നിരത്തി നിന്ന് അവർ വസ്ത്രമഴിച്ച് അവരെ വെടിവെച്ച് കൊന്നു. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ കംപ്ലീറ്റ് ഫാമിലികൾ 10-200 പേരെയാണ് വെടിവെച്ച് കൊന്നത്. പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടായ ഡെവലപ്മെൻറ്റ്സ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. നിങ്ങൾ മനസ്സിലാക്കണമേ, അലവേറ്റ് ഈ പറയുന്ന ഷിയ ഗ്രൂപ്പും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് അവർക്ക് ഒത്തിരി മിലിഷ്യ ഗ്രൂപ്പുണ്ട്. ഈ സുന്നി ഇസ്ലാമുമായിട്ട് അവരെ തടയാൻ വേണ്ടി, ഷിയയുടെ പ്രശ്നമൊക്കെ തടയാൻ വേണ്ടി ഇവർക്കകത്ത് ഏകദേശം 5ഓളം മിലിഷ്യ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിനെ നേരത്തെ സഹായിച്ചുകൊണ്ടിരുന്ന അസാദ് റജീമായിരുന്നു. അവർക്ക് വെപ്പൺസും പരിപാടികളും ഒക്കെ. മനസ്സിലാക്കേണ്ടത്, സിറിയയിലുള്ള ഏകദേശം 30 ലക്ഷത്തോളം ക്രിസ്ത്യൻസ് പല രീതിയിൽ അവരെ പെർസിക്യൂഷനും മറ്റുള്ള പരിപാടികളെ ലോകം മുഴുവനും പലായനം ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഡെവലപ്മെൻറ്റും അലവേറ്റിന് ക്രിസ്ത്യൻസിനെതിരെ ഈ അൽ സഹാറ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ, അതായത് അവിടുത്തെ താൽക്കാലിക ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഭീകരന്മാരാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. ചെയ്തു കഴിഞ്ഞപ്പോൾ ലോകത്ത് പല രീതിയിലുള്ള തോട്ട്സും ചിന്തയും എങ്ങനെയാണ് ഇതിനെ സഹായിക്കേണ്ടത്. കാരണം ഇപ്പോഴത്തെ വേൾഡ് ഓർഡറും ഗ്ലോബൽ ഓർഡർ എന്ന് പറയുന്നത് കഴിഞ്ഞ 1 വർഷം മുമ്പുണ്ടായിരുന്ന ഗ്ലോബൽ ഓർഡറും വേൾഡ് ഓർഡറും അല്ല. മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിൽ കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറി. ഇസ്രായേലാണ് അവിടുത്തെ ഡോമിനൻ്റ് പവർ. കാരണം ഈ ഹമാസുമായി ബന്ധപ്പെട്ട അടിയിൽ സിറിയയെ തീർത്തു, ഹിസ്ബുള്ളയെ തീർത്തു, ലെബനനെ തീർത്തു, ഇറാനെ തീർത്തു. അതേപോലെ തന്നെ അമേരിക്കൻ ബേസും ഉണ്ട് ഈ സിറിയയിൽ. റഷ്യക്ക് ഈ പറയുന്ന പോലെ കാര്യമായ പ്രസക്തിയില്ല. അവിടെ റഷ്യ അവിടുത്തെ ഡമാസ്കസ്, അലിപ്പോ ഡമാസ്കസിലെ ബേസ് അടച്ച് അവർ തിരിച്ചും പോയി. ഇപ്പോഴത്തെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ്, ക്രിസ്ത്യൻ മിലിഷ്യ ഗ്രൂപ്പും അലവേറ്റ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പും മറ്റേ അലവീസ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പും അവർ ഒരുമിച്ച് അങ്ങ് ജോയിൻ ചെയ്തു. അതായത് ഏത് വിധേനയും ഈ ISISൻ്റെ പഴയ ആൾക്കാരെ, ഈ പറയുന്ന അൽ സഹാറയെ എങ്ങനെ എതിർക്കുക, അതായത് അടിക്കാൻ വരിക, തിരിച്ചടിക്കുക മാത്രമല്ല പിടിച്ചെടുക്കുക, ആ ഫോർമുലയിലോട്ട് കാര്യങ്ങൾ പോയി. അപ്പം ഇതിൻ്റെ അകത്ത് ഒത്തിരി ബാക്ക്ഡോർ ടോക്സ് നടക്കുന്നുണ്ട്. അതിനകത്ത് ഇസ്രായേൽ പറഞ്ഞു ഇവരെ സഹായിക്കാം. അത് അമേരിക്കയുടെ നിർദ്ദേശമാണ്, ഈ ഗ്രൂപ്പിനെ സഹായിക്കണം. അതേപോലെ തന്നെ മറ്റൊരു ഡെവലപ്മെൻറ്റ്, ഈ ലോകത്ത് പല ഭാഗത്തായിട്ട് പോയിരിക്കുന്ന സിറിയയിലുള്ള ക്രിസ്ത്യൻസ്, അവർ ഇത് പിടിക്കുവാണെങ്കിൽ ഈ മിലിഷ്യ ഗ്രൂപ്പിൽ വന്ന് ചേരാനും ട്രെയിനിങ് എടുത്തും ഈ പറയുന്ന ISISനെ ഓടിക്കാൻ വേണ്ടി അവരും തയ്യാറായി. മനസ്സിലാക്കുക, സുന്നി മുസ്ലിംസ് എവിടുന്ന് എങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ട് കാര്യങ്ങൾ മാറി. അവർക്ക് വെപ്പൺസ് കൊടുക്കാൻ അമേരിക്ക തയ്യാറാകുന്നു. കാരണം അമേരിക്കൻ ബേസ് അവിടെയുണ്ട്. അവർക്ക് ബോംബിങ്ങും മറ്റുള്ള പരിപാടികൾ ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാകും. ഉറപ്പായിട്ടും ഡമാസ്കസ് ഇവർ പിടിക്കും. അതായത് ക്രിസ്ത്യൻസും ഈ പറയുന്ന അലവേറ്റ് ഇത് ഡമാസ്കസും സിറിയയും പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടാണ് ISIS അൽ സഹാറയൊക്കെ വെടി തീർത്ത് കൈ കൊടുക്കും. കാരണം പിന്നെ ഇവിടെ ഇസ്രായേലുമായിട്ട് അനുകൂലമായൊരു രാജ്യമായിട്ട് ഇതങ്ങ് മാറും. നേരത്തെ ഇവർക്കൊക്കെ ആൻറ്റി ഇസ്രായേലായിരുന്നു, ബിക്കോസ് സദാം ഈ അസാദിൻ്റെ ഒക്കെ സമയത്ത്. പക്ഷെ പെട്ടെന്ന് ആ ജിയോ പൊളിറ്റിക്സിൻ്റെ അകത്തുണ്ടായ ചേഞ്ച്
ഇസ്രായേൽ അവിടുത്തെ നമ്പർ 1 പവറായി വരുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നു. ഇവരെ പിന്തുണയ്ക്കാൻ ആളുണ്ട്. ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നു. അതായത് ഈ 2 രീതിയിൽ വെപ്പൺസ് കൊടുക്കാനും തയ്യാറാകുന്നു, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ബോംബിങ് ചെയ്യാനും തയ്യാറാകുന്നു. കാരണം ഈ ഡെവലപ്മെൻറ്റ്സ് ആണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. അതായത് തിരിച്ചടിക്കുക മാത്രമൊന്നുമല്ല, ഈ ഫോഴ്സ് വലിയ സംഭവമായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന അൽ സഹാറയുടെ ഗ്രൂപ്പിനെയൊക്കെ തോൽപ്പിച്ച് ഡമാസ്കസ് പിടിച്ചെടുക്കും. പിന്നീട് ഉണ്ടാകുന്നത് ഈ സിറിയൻ മണ്ണിൽ പണ്ടുണ്ടായിരുന്ന രീതിയിൽ ക്രിസ്ത്യൻ ഡോമിനേഷൻ, കാരണം 10-30 ലക്ഷം പേരുണ്ടായിരുന്നു, അത് അലവേറ്റ് അവരെയും പെർസിക്യൂഷൻ ചെയ്തു. ഇവർ ചിലപ്പോൾ ഇനി സിറിയ ഭരിക്കാൻ പോവുമായിരിക്കും. സംഭവത്തിൻ്റെ കിടപ്പ് മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ സെക്ടറും നോക്കുക. ഈ ക്രിസ്ത്യൻ മിലിഷ്യ അവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. ഈ അലവി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, അതായത് ഷിയ മുസ്ലിം കമ്മ്യൂണിറ്റി, ഇവർ ശരിക്കും വാരിയേഴ്സാണ്. അപ്പോൾ ഇവർക്ക് വെപ്പൺസും ട്രെയിനിങ് ഇങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ ISISൻ്റെ ഫൈറ്റേഴ്സ് ട്രെയിൻഡ് ഫൈറ്റേഴ്സ് ഒന്നുമല്ല, അതായത് പ്രോപ്പർ ട്രെയിൻഡ് ഫൈറ്റേഴ്സ് ഒന്നുമല്ല. വെപ്പൺസും നല്ല മോഡേൺ വെപ്പണും കൊടുക്കുക, അതേപോലെ എയർ വാർഫെയർ കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പുല്ലങ്ങ് തീരും. അതായത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുകയാണ് ഗ്ലോബലി. ആദ്യമായിട്ട് ജർമ്മനി വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, നടപടി എടുത്തേ മതിയാകത്തുള്ളൂ. കാരണം ഈ സിറിയൻ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള അവിടെ ഉള്ളവർ ജർമ്മനിയിലുണ്ട് ഇഷ്ടം പോലെ പേര്, അത് ഫ്രാൻസിലുണ്ട്, യൂറോപ്പിൽ പല രാജ്യങ്ങളിലുണ്ട്. കാരണം അവരവിടുത്തെ സിറ്റിസണാണ്. പണ്ട് അവിടെ പ്രശ്നമുണ്ടായപ്പോൾ ഡിസ്പ്ലേസായി പോയവരാണ്. അപ്പോൾ അവരും ഈ പറയുന്ന സുന്നി മുസ്ലിം ഭയങ്കര അടിയാണ് ബേസിക്കലി. കാരണം അവരിപ്പോൾ തയ്യാറാകുകയാണ്. അവർ സിറിയയിലോട്ട് തിരിച്ചു പോയി ഈ മിലിഷ്യ ഗ്രൂപ്പിൽ ചേർന്ന് അൽ സഹാറയുടെ ISIS പഴയ ആൾക്കാരെ ഓടിക്കാൻ തയ്യാറാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ മറ്റൊരു ഇക്വേഷൻ കൂടെ മാറുകയാണ്. അതായത് ISIS, ഈ പറയുന്ന അൽ സഹാറയും ഈ പറയുന്ന സുന്നി ഇസ്ലാമിക് മിലിഷ്യ ഗ്രൂപ്പ്, അതിൻ്റെ വെടിയങ്ങ് തീരും. പിന്നെ പഴയ പോലെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഈ സിറിയൻ ക്രിസ്ത്യൻസ് അലവേറ്റ് ഇവർ കയറി അത് ഡോമിനേറ്റ് ചെയ്യും. അതോടുകൂടി സിറിയയുടെ പിക്ചർ അങ്ങ് മാറി. എങ്ങനെയാണ് ലെബനൻ്റെ പിക്ചർ മാറിയത്, സിറിയയുടെ പിക്ചർ മാറും. അപ്പം നിങ്ങൾ മനസ്സിലായിക്കോണം, നമ്മൾ ഇതിൻ്റെ ഡെമോഗ്രഫി നോക്കുമ്പോൾ ഈ പറയുന്ന ലെബനനും സിറിയയും ഇസ്രായേലിന് അനുകൂലമായ രാജ്യമായി മാറും. അവിടെ പുതിയ സെറ്റിൽമെൻറ്റ് വരും. ലോകത്ത് വിവിധ ഭാഗങ്ങളിലുള്ള സിറിയക്കാരും പണ്ട് ലെബനിൽ നിന്ന് ഓടിപ്പോയ ക്രിസ്ത്യൻസും എല്ലാം തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിയുമ്പോഴാണ് ഗെയിം പ്ലാൻ മാറുന്നത്. അതായത് ഈ പറയുന്ന 2 രാജ്യങ്ങളിലും ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷം വന്നു കഴിയുമ്പോൾ ഈ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടാണ് ഇത് ഈ പറയുന്ന ഇസ്രായേലും ഈ രാജ്യങ്ങളുമായിട്ട് വലിയൊരു രാജ്യമായിട്ട് അങ്ങ് മാറും. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല കാര്യങ്ങളും എടുത്ത് പറഞ്ഞത്, എങ്ങനെയാണ് ഇസ്രായേൽ ആ ഭാഗത്തെ ഏറ്റവും വലിയ ഡോമിനൻ്റ് പവറായി മാറിയത്. കാരണം അവർ മാത്രമാണ് തീരുമാനിക്കുന്നത്. കാരണം അവർ ഇടപെടാൻ തീരുമാനിച്ചു എന്നതാണ് വളരെ അടുത്ത രീതിയിൽ ഇവിടെ ഈ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂൻ ചെയ്യാൻ തയ്യാറാണ്. ബിക്കോസ് ഓഫ് അമേരിക്കൻ പ്രഷറോ അമേരിക്കൻ വെപ്പൺസ് കൊടുക്കുന്നു, ഇവർക്ക് ആയുധ സഹായം കൊടുക്കുന്നു. ഉറപ്പായിട്ടും സുന്നി ഇസ്ലാമിക് മിലിഷ്യ എന്ന് പറയുന്നത് ഈ സിറിയയിൽ നിന്നും ലെബനിൽ നിന്നും ഇല്ലാതായി എന്ന് പോകും. കാരണം ഇവർ കയറി പിന്നെ ഭരിക്കും. അപ്പം ഇങ്ങനെയുള്ള ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ലോകത്തുണ്ടാകുന്ന മാറ്റവും നല്ലതാണ്. കാരണം അത് പിന്നീടുണ്ടാകുന്ന സംഭവം ഇസ്ലാമിക് ടെററിനെതിരെ ലോകം ഒന്നിച്ചേക്കുന്ന ഈ 2 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഭൂരിപക്ഷമായിട്ട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, പിന്നെ ഇസ്ലാമിക് ടെററിന് മിഡിൽ ഈസ്റ്റിൽ വലിയ കാര്യമായ പ്രസക്തി ഉണ്ടാവത്തില്ല. കാരണം അതാണ് ഇപ്പോൾ ഈ ഫ്യൂച്ചർ പൊളിറ്റിക്സിൻ്റെ ഫ്യൂച്ചർ ജിയോ പൊളിറ്റിക്സ് നോക്കുവാണെങ്കിൽ അതാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും മറ്റ് പല രാജ്യങ്ങളും അൽ സഹാറ, കാരണം ഇവിടെ വന്ന ഗ്രൂപ്പിന് സാമ്പത്തികമായിട്ടോ സാങ്ഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാഞ്ഞത്. അവർ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞ ആ പോളിസി നിന്നതിൻ്റെ കാര്യം ഇതൊക്കെ അവിടെ ഉണ്ടാകും. അവിടെ മാറ്റങ്ങളുണ്ടാകും. അവിടെ ഈ പറയുന്ന സിറിയയിലെ ക്രിസ്ത്യൻസ് അലവിട്ട് ഒരുമിച്ച് ഇതിനെ പിടിച്ച് ദൂരെ കളഞ്ഞ് പിന്നീട് അവിടെ ഒരു സമാധാനമായ ഭരണം ഉണ്ടാകുന്നിടം വരെ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന ഫിലോസഫി ഉള്ളതിൻ്റെ പേരിലാണ് ഈ സംഭവങ്ങൾ പല രാജ്യങ്ങളും എല്ലാം വളരെ നോക്കിക്കണ്ട് സമാധാനമായിട്ടിരുന്നത്. അതിൻ്റെ ഒരു ടൈമിലോട്ടാണ്
ഇനി വരാനുള്ള ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.